നവീൻ ബാബു PP ദിവ്യ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് സർക്കാരിൻ്റെ ഇമേജ് രക്ഷിക്കാനുള്ള ചില തീരുമാനങ്ങളാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഈ തീരുമാനങ്ങളിലൊക്കെ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് കുടുംബം ഉയർത്തുമ്പോൾ അത് സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുക, പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ? ഇല്ല, അതിനകത്ത് സർക്കാർ തീരുമാനം ശരിവെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കോടതിയിലൊക്കെ കണ്ടത്. കാരണം അന്വേഷണത്തിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് കാണിച്ചാണ് പലവട്ടം കീഴ്ക്കോടതി തൊട്ട് എനിക്കൊന്ന് ഹൈക്കോടതി സുപ്രീം കോടതി പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇതുവരെ ഒരുപക്ഷെ അന്വേഷണ ഏജൻസി സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, അന്വേഷണം കൃത്യമായിട്ടല്ല നടക്കുന്ന എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരം വന്നിട്ട്. അപ്പോൾ അതിനകത്ത് സർക്കാർ ഏജൻസിയുടെ അന്വേഷണം കൃത്യമാണ്, അത് വേറെ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ സർക്കാർ അതിനകത്ത് അവരുടെ പരാതിക്കെതിരെ അപ്പീൽ പോവുകയും ഒരുപക്ഷെ ഇതുവരെ സർക്കാരിന് അനുകൂലമായിട്ടാണ്. അപ്പം ഇനിയും ആ കേസിനകത്ത് സർക്കാർ അപ്പീൽ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പുനരന്വേഷണത്തിന് വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പം ഇതിനകത്ത് കോടതിയെ സമീപിച്ച് അല്ലെങ്കിൽ ഏതറ്റം വരെയും പോയി ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു വക്കീലും കൂടിയാണ്, എൻ്റെ നിയമവശമൊക്കെ മനസ്സിലാക്കി CBI ഒക്കെ കൊണ്ടുവരുന്നതിനുള്ളൊരു ശ്രമമായിരിക്കും നടക്കുന്നത്. ഏതായാലും ഈ കേസിനകത്ത് എത്ര പറയുമ്പോഴും ചില കാര്യങ്ങളുണ്ട്. അത് PP ദിവ്യയാണോ വേറെ ചിലരാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ നവീൻ ബാബു എന്ന് പറയുന്ന ആൾ പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കരിയർ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനൊന്നുമല്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ ചില സ്വാധീനത്തിന് വഴങ്ങി ചില ആൾക്കാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പുള്ളി നിന്നിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം പലയിടത്തുനിന്നും വരുന്നുണ്ട്. അതായത് അദ്ദേഹം ഒന്നും മേടിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി വേറെ ചില ആൾക്കാർ മേടിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് PP ദിവ്യയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ CPMകാരുടെ ഒരു അഹങ്കാരമുണ്ടല്ലോ, ഞങ്ങളിൽ കവിഞ്ഞ് ആരും ഇല്ല എന്നുള്ളത്. വ്യക്തിപരമായിട്ട് PP ദിവ്യയെ പറ്റി പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കേസിനകത്ത് പെട്ടു, അവരെ അഴിമതിക്കാരിയല്ല, അവർ ജനങ്ങൾക്ക് ഇടയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ആർക്കും സഹായം ചെയ്തു കൊടുക്കുന്ന അല്ല ഈ പറഞ്ഞ പോലെ ആംബിയർ ഉള്ളതെന്നൊക്കെ പറയത്തില്ലേ, കാര്യങ്ങൾ ഒരാളടുത്ത് വിളിച്ചു പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്തിരിക്കണം. കാരണം അവരുടെ ഭാഗത്ത് കുഴപ്പമില്ല, ഈ സുധാകരൻ്റെയൊക്കെ ഒരു ശൈലിയാണ്, അത് ഞാൻ കേട്ടാൽ എന്താ. അപ്പോൾ ആ കാര്യത്തിൽ പക്ഷേ ഇതിനകത്ത് അവർ ചെയ്ത ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇയാളെ നിന്നെ ഞാൻ കൈകാര്യം ചെയ്തിരിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണല്ലോ ഇവിടെ വന്നത്. അതിനകത്ത് ഭയന്നു പോയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതുപോലെ ഭയന്നു പോയത് കൂടാതെ ഇതുവരെ ആയുസിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഒരു നിമിഷം കൊണ്ട് PP ദിവ്യ ശരിക്കും അറിയാം ഈ പറയുന്ന തഹസീൽദാർക്ക്, കാരണം അവരെത്രത്തോളം വലിപ്പത്തിലുള്ള ആളാണെന്നും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുഴപ്പം വളരെ കൃത്യമായിട്ട് അറിയാം. ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും എന്നാ വരട്ടെ നോക്കട്ടെ എന്താണ് എന്നെപ്പറ്റി കാണിക്കാനുള്ളതെന്ന് വിചാരിക്കുമല്ലോ. അല്ലാതെ അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഈ വകുപ്പിൻ്റെ ഒരു പാർട്ടി, അതായത് ഘടകകക്ഷിയായിട്ടുള്ള CPMൻ്റെ കൂടെ നിൽക്കുന്ന CPI എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ചില നേതാക്കന്മാർ ഇടപെട്ടതുകൊണ്ട് ഈ പറയുന്ന ഇവർ വിളിച്ചു പറഞ്ഞപ്പോൾ അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട്, അത് പമ്പ് കൊടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന സംഭവം അതിനകത്ത് ഇവർക്കപ്പുറം ചില CPI നേതാക്കന്മാർ ഇടപെട്ടപ്പോൾ അതിനകത്ത് സാമ്പത്തികമായിട്ട് ചില കാര്യങ്ങൾ ഇദ്ദേഹമല്ല അവർ കൈകാര്യം ചെയ്തിരുന്നു എന്നുവരെയുള്ള ഒരു ആക്ഷേപമുണ്ട്. അത് മൂടി പിടിക്കേണ്ട ഒരവസ്ഥ രണ്ട് പാർട്ടിക്കും ഉണ്ടല്ലോ. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇതിനകത്ത് വന്നത്. അപ്പം അത് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി ദിവ്യ ശ്രമിക്കുകയും അതിനകത്ത് ഇയാളായിരിക്കുമല്ലോ അവസാനം അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് CBI അന്വേഷിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. CBI അന്വേഷിക്കട്ടെ, PP ദിവ്യയുടെ മരണത്തിന് കാരണമായിട്ടുള്ള നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആരായാലും വെളിയിൽ വരണം. ഇതിനകത്ത് ചുമ്മാ സംഭവിച്ചൊരു കാര്യമല്ല, ഇതിൻ്റെ പുറകിലൊരു വലിയ നിഗൂഢതയുണ്ട്. അതെല്ലാവരും വിചാരിക്കുന്നത് പോലെ PP ദിവ്യയല്ല. PP ദിവ്യ ഇപ്പം ഇരുന്ന് പുകയുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. പിന്നെ PP ദിവ്യയെ ബലി കൊടുക്കാതെ ഈ ഒരു വിഷയത്തിൽ കേരളം മൊത്തവും ഈ പറഞ്ഞൊരു ചർച്ച ചെയ്തൊരു വിഷയത്തിൽ PP ദിവ്യക്കെതിരെ നടപടിയെടുക്കാതെ CPMന് പിടിച്ചു വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മാത്രമല്ല അടുത്ത 2026 PP ദിവ്യ സേവ് ചെയ്യാൻ CPM നോക്കത്തില്ല. ഇപ്പം ചിലപ്പോൾ കേസ് സേവ് ചെയ്താൽ നമ്മുടെ ഈ പറയുന്ന പോലെ ബാങ്കൂട്ടത്തിൽ സേവ് ചെയ്യാൻ കോൺഗ്രസ് വിചാരിക്കുന്നവരിക്കും. ആ ഒരു വിഷയം മാത്രം കേരളത്തിൽ കിടന്ന് ഓടിയാൽ മതി, പാർട്ടി അധികാരത്തിൽ വരാത്തൊരവസ്ഥയുണ്ട്. അതായത് ഇതിനകത്ത് വരണം, CBI അന്വേഷിക്കട്ടെ. ഒരുപക്ഷെ അന്വേഷണത്തിനകത്ത് ഈ വിഷയത്തിനകത്ത് കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ, അത് ഈ നവീൻ ബാബു മേടിച്ചിട്ടുണ്ടോ എന്നല്ല അറിയേണ്ട, ആരാണ് മേടിച്ചിട്ടുള്ളത്, ആരാണ് ഇതിൻ്റെ പുറകിൽ, എന്താണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായ മോട്ടീവ്. ഇതിനകത്ത് ചില നമ്മുടെ ചില ഈ CA2 നേതാക്കന്മാർ അല്ല CPIയുടെ നേതാക്കന്മാരും
ചില നമ്മൾ പറയത്തില്ല തൊഴിലാളി സംഘടന നേതാക്കന്മാരുമൊക്കെ ഇടപെട്ടതായിട്ടും അല്ലെങ്കിൽ ഇതിനൊക്കെ അതിനകത്തുണ്ട്, ഒന്നും വെളി വന്നിട്ടില്ലെന്നേ ഉള്ളൂ. വെളി വരണ്ട, കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നുണ്ട്, മറച്ചു പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഏതായാലും അന്വേഷിക്കട്ടെ, CBI വരണമെന്ന് എൻ്റെ ഒരു കാര്യം. സാറിൻ്റെ അത് ഇതിനകത്ത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു സർക്കാർ സംവിധാനത്തിൽ ഏറെനാൾ സർക്കാർ സംവിധാനത്തിൽ കൂടിയും കടന്നു വന്ന ഒരാളാണ് ഞാൻ, ഈ മാധ്യമ പ്രവർത്തന രംഗത്തല്ലാതെ തന്നെ. അപ്പോൾ നമ്മൾ ഈ സർക്കാർ സംവിധാനങ്ങളോട് ഏറ്റുമുട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ 1000 വട്ടം ചിന്തിച്ചിട്ട് വേണം. ഈ നവീൻ ബാബുവിൻ്റെ ഈ ആത്മഹത്യ എന്തായാലും അവസാന ദിവസങ്ങളിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അക്കാലത്ത് ചെയ്ത വീഡിയോയുടെ ചില പരാമർശങ്ങളിൽ അന്ന് പല ആൾക്കാർ എന്നെ അറിയാത്ത ചില ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു, എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട്. കാരണം എന്ന് പറയുന്നത് ഞാൻ ആ നവീൻ ബാബുവിൻ്റെ ഭാര്യയോടും മക്കളോടും അവർ ചെയ്യേണ്ടുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. കാരണം വ്യക്തി താല്പര്യങ്ങൾക്കല്ല, സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കാണ് അവിടെ പലതും മറച്ചു പിടിക്കും. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ CP എന്നൊരു സംഘടന, ഇദ്ദേഹം ഒരിക്കലും ഇത് വാങ്ങിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ഓർമ്മയിലിപ്പോൾ വളരെ പ്രശസ്തരായ ഒരു 3-4 പേരുകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. കറയില്ലാത്ത സർക്കാർ ജീവിതമായിരുന്നു, വളരെ ഉന്നതമായ പദവിയിലിരുന്ന ആൾക്കാർ, പേര് പറയേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില നിമിഷങ്ങളിൽ നമ്മൾ ഈ ദുർബല നിമിഷം എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ അനുസരിച്ചിട്ടല്ല വാസ്തവത്തിൽ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വഴങ്ങി കൊടുക്കേണ്ടതായ ചില നിമിഷങ്ങളിൽ കൂടി നവീൻ ബാബു ഒരുപക്ഷേ കടന്നു പോയിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു ആത്മസംഘർഷത്തിൻ്റെ ഒടുവിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാവുക ആ നിമിഷത്തിലാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ അന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. സർക്കാർ സംവിധാനങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ വളരെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഏറ്റുമുട്ടാൻ. അവിടെ ഇപ്പോൾ നമുക്ക് നവാബ് രാജേന്ദ്രൻ സാറിന് ഓർമ്മയുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്. ഇങ്ങനെ പൊതുധാരയിൽ നിന്ന് വേറിട്ട് ചിന്തിച്ച നടന്ന ചില പ്രത്യേക നിമിഷങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും വേറിട്ട് നടന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, അദ്ദേഹത്തിന് ഞാനും നിങ്ങളും ഒക്കെ ഒരു കുടുംബപരമായി ജീവിക്കുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി അവർ വേറിട്ട വഴിയിലൂടെ പിന്നെ ജീവിതം മാറ്റിവെച്ചിട്ടാണ് ആ പോരാട്ടം നവാബ് ഉൾപ്പെടെയുള്ള പിന്നീട് പലരും തുടർന്നത്. പക്ഷേ 2 പെൺകുഞ്ഞുങ്ങളാണ്. ആ പെൺകുഞ്ഞുങ്ങളെ നിർത്തി ഇവർ കോടതിയിലും വഴക്കിനും പോയാൽ ഇത് ഒരിടത്തും എത്തില്ല സഹോദരി എന്ന് ഞാൻ അന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾ പടവെട്ടുന്നത് നിസ്സാരക്കാരോടല്ല. പലപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. സർക്കാരിൻ്റെ ആരോഗ്യത്തിനാണ് അവിടെ വില, സർക്കാരിൻ്റെ താല്പര്യത്തിനാണ് അവിടെ വില. അവിടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഹോമിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ നമ്മൾ പോരാട്ടത്തിന് തയ്യാറാണ്. കാരണം എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. നമ്മൾ എത്രയൊക്കെ നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ ഒരു ഇന്നർ മൈൻഡ് ഉണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് ചിലപ്പോൾ എത്ര ഞാൻ പറയേണ്ട ഭാര്യ അവൾ എന്നോടും പറയും, ഞാൻ അവളോടും പറയും, ഒക്കെ പറഞ്ഞാലും എൻ്റെ മക്കളോടായാലും ശരി നമുക്ക് പറയാൻ പറ്റും. എല്ലാം എന്നോട് പറയുമെന്ന് ചില മാതാപിതാക്കൾ പറയത്തില്ല, എല്ലാം പറയത്തില്ല സാർ, അത് പറയില്ല. അത് എന്താണ് അതിനകത്ത് വേറെ കാര്യമുണ്ട്. എല്ലാം പറയത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കും, നമ്മളുടെ ചില സംഘർഷങ്ങൾ അവരോട്ട് പങ്കുവയ്ക്കാറില്ല. ഇല്ല, അതാണ് ചിലപ്പോൾ ഇതിനകത്തൊരു സംഘർഷം വരും. അപ്പോൾ അവരറിയണ്ട എന്ന് വെച്ചാൽ അവരെ വേദനിപ്പിക്കേണ്ടത് സതുദ്ദേശമായിരിക്കാൻ ഉറപ്പായി നമ്മളെല്ലാം പറയില്ല. നമ്മുടെ ഉള്ളിലുള്ള ചില അറകൾ നമ്മൾ അപ്പോഴും തുറക്കാതെ വെച്ചിട്ടുണ്ടാവും. ആ അറകളിലെ വലിയ സംഘർഷത്തിനൊടുവിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇവിടെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ, സർക്കാർ സംവിധാനത്തിൻ്റെ ജീർണത എന്നോട് വളരെ വ്യക്തിപരമായി തന്നെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എന്നോടൊപ്പം കൊളീഗ്സ് ആയിരുന്ന ആൾക്കാർ വലിയ ഉന്നതമായി നമ്മൾ ഈ ലീവൊക്കെ എടുത്ത് മാധ്യമപ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ ഇവർക്ക് ഈ പ്രൊമോഷൻ കിട്ടി വലിയ വലിയ പദവികളിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അവർ ചിലർ വളരെ നിലവിട്ട രീതിയിലുണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു പദവിയിലിരിക്കുക, ഒന്നും ചെയ്യാൻ കഴിയില്ല. മുമ്പിൽ വരുന്ന ഫയലുകൾ അക്കമിട്ട് പറയുകയാണ്. അത് ഒരുപക്ഷെ ആ മനുഷ്യൻ പണ്ടൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, കേരളത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നുകിൽ ഭ്രാന്തനായി ജീവിക്കണം, ഇല്ലെങ്കിൽ മുഴുവൻ മദ്യപാനിയാവണം, അല്ലാതെ ഈ സാഹിത്യത്തിൽ കൂടി കടന്നു പോകാൻ കഴിയില്ല. നല്ല പദവിയിലിരുന്നാണ് എൻ്റെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അയാളെ അന്ന് കളിയാക്കി തള്ളിയെങ്കിലും അത്തരത്തിലൊക്കെ ചില അവസരങ്ങൾ നമുക്കുണ്ടാകും. അങ്ങനെ ഒരു അവസരമാണ്. പക്ഷേ ഇതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല വിദ്യാഭ്യാസവും നല്ല രീതിയിൽ ഇതുപോലൊരു സേവന മേഖലയിൽ എത്തിപ്പെടേണ്ടുന്ന കുട്ടികളുടെ ഒരു ആത്മസംഘർഷം, മനോസംഘർഷം, ആ കുടുംബത്തിന് കണ്ണീര് ഒഴിയാത്ത വാസ്തവത്തിൽ തമ്മിൽ ഭേദം അവർ ചിന്തിക്കേണ്ടതാണ്. എങ്കിൽ കൂടിയും ഈ CBI ഇനിയൊരു പോരാട്ടത്തിന് ഒരുങ്ങണമോ, ആ പോരാട്ടം ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് കൂടി അവർ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഒരു സഹോദരിയുടെ പോലെ ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്ന് ഞാനത് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഇന്നിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു നിലപാട്, സർക്കാർ അന്ന് എടുത്ത തീരുമാനം അത് തന്നെയായിരുന്നു. ഞങ്ങളുടെ പോലീസ് അന്വേഷിക്കും, അവർക്ക് നമുക്കൊന്നും അഭിപ്രായ വ്യത്യാസമാണ്, നമ്മുടെ പോലീസ് മിടുക്കനാണെന്ന് അഭിപ്രായ വ്യത്യാസം. അങ്ങനെ നമ്മൾ ഓരോ ആളുകളോട് പറഞ്ഞാൽ ഇവിടെ എന്ത് നീതിയാണ് കിട്ടുന്നത്? അതാ അല്ല ഞാൻ പറഞ്ഞത്,
ഇതിലൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ പൊതുജന മുന്നോട്ട് എന്നൊരു സൂത്രമുണ്ടല്ലോ, അവിടെയാണ്. ഇപ്പം ഞാനോ നിങ്ങളോ ഒറ്റയ്ക്കില്ല, ഒരു പൊതു മുന്നേറ്റം ഉണ്ട് എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പല ആൾക്കാരും ചില ജീർണതകൾക്കെതിരെ പോരാടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയും കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടിപ്പോയാൽ മെഴുതിരി കൊളുത്തി വെച്ചിട്ട് ഒരു രാത്രി അതിനാര് ഇപ്പോൾ ബിഷപ്പ് പാമ്പ്ളാനി പറഞ്ഞല്ലോ, വോട്ടായി മാറാത്ത ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടായി മാറാത്ത ഒരു പ്രതിഷേധമല്ല എന്ന് പാമ്പ്ളാനി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അച്ഛൻ പെട്ടെന്ന് അതിന് അതേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെയും ഞാൻ അവരോട് മറ്റു രീതിയിലല്ല പറയുന്നത്, മനസ്സലങ്കോലപ്പെടും ഓരോ ദിവസവും ഈ വാർത്ത കേൾക്കുമ്പോഴും. ഇനി സർക്കാർ കൂടും ഞങ്ങളോടൊപ്പമില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനം, ഭരണ സംവിധാനം എന്നോടൊപ്പമില്ല എന്ന് എന്നോട് തന്നെ പറയുമ്പോൾ എനിക്ക് നീതി കിട്ടാത്തൊരവസ്ഥ. അത്രയും പറഞ്ഞതേ ഉള്ളൂ.